പക്ഷേ ഈ മാളികപ്പുറത്തിന്റെ കഥ എഴുതിയത് അഭിലാഷ് പിള്ളയാണ്. അഭിലാഷ് പിള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് 2018 എഴുതിയ കഥയാണ് എന്നും പറഞ്ഞ്. അഭിലാഷ് പിള്ള പിന്നീട് അത് ഏതൊക്കെയോ അഭിമുഖങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം 2018 വിഷ്ണു ശശിശങ്കറൊക്കെ ആയിട്ടുള്ള ചർച്ചകളും അതിന്റെ എഴുത്ത് നടക്കുന്ന അന്നത്തെ വീഡിയോ, അന്ന് അവരെടുത്ത ഒരു ഫേസ്ബുക്ക് ലൈവിന്റെ വീഡിയോ ഒക്കെ പിന്നീട് ഷെയർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് ആക്ച്വലി ഉണ്ണിമൂന്തനത്ത് ഞാൻ ഈ ഷോർട്ട് ലിങ്ക് അയച്ചതും പേപ്പർ കട്ടിങ്സ് ഒക്കെ അയച്ചത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഉണ്ണിമൂന്തൻ ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞു പുള്ളി ഈസ് നോട്ട് എ റൈറ്റർ. പുള്ളിക്ക് റൈറ്റർ അല്ല പുള്ളി. സോ ഒരു നല്ല കണ്ടന്റ് കിട്ടിയ സമയത്ത് പുള്ളിക്കാരന് അഭിലാഷ് പിള്ളയെ പോലെ റൈറ്ററെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ 2018 പുള്ളി പടം അനൗൺസ് ചെയ്യാൻ പോകുന്നൊക്കെ അല്ല 2018 പടം അനൗൺസ് ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ആ അനൗൺസ്മെൻറ്റിൽ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എനിക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ മേ ബി പുള്ളി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇങ്ങനെ തീം എന്നപ്പോൾ പറയാൻ എനിക്കറിയാം. പക്ഷേ ഉണ്ണിമൂന്തൻ ഡെഫിനറ്റ്ലി ആ കണ്ടന്റ് വെച്ചിട്ട് പുള്ളി ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് കാണണം. മേ ബി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അഭിലാഷ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മമ്മൂക്കാൻ്റെ ഒരു വലിയ വലങ്കൈ പോലത്തെ ആളാണ് ആൻഡ്രൂ ജോസഫ് സാറ്. മമ്മൂക്കാൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ മമ്മൂട്ടി പറയുന്ന ആൾ നമുക്കൊരു ഗോഡ് ഫാദർമാരല്ലേ. നമ്മൾ സിനിമ പാഷനായിട്ട് നടക്കുന്ന എന്നെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് പുള്ളിക്കാരനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് പല ആളുകളെ പോയി കാണുന്നതും ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത് റെലിഗേഷൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എൻ്റെ മുഖങ്ങൾ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം. ഞാൻ ഒരുപാട് പേർക്ക് കഥ പറയാനൊക്കെ പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്. നിലവിൽ ഇത് തന്നെയാണ് ആക്ച്വലി ഈ പടത്തിൻ്റെയാണ്. എനിക്ക് ഒരുപാട് പേർക്ക് കഥ പറയാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കഥകൾ ഇതുവരെ ഒന്നും വേറെ ഒന്നായിട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിം കണ്ടൻറ്റ് പിന്നീട് ഒരു സിനിമയായിട്ട് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ അറിയുന്ന എൻ്റെ സർക്കിൾ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പോയി. 2022 ഡിസംബറിലാണ് മാളികപ്പുറം ഇറങ്ങിയത്. 22 ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഉണ്ണിമൂന്തന്റെ പല പ്രശ്നങ്ങളും അറിയാം. ഉണ്ണിമൂന്തൻ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞു ഉണ്ണിമൂന്തൻ പല രീതിയിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചത്, അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ണിമൂന്തനെതിരെ പറയുമ്പോൾ അത് ഈ ഒരു സമയത്ത് പറയുന്നതിൽ എന്തുകൊണ്ട് ഈ ഒരു അജണ്ട ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്കൊരു നമ്മളിപ്പോൾ മീഡിയയുടെ മുമ്പിൽ അന്നും പോകാത്തതിൻ്റെ ഇന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഫേസ് നേരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവരെയും പോലെ ഒരു സിനിമ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിലൂടെ ആളുകൾ തന്നെ അറിയണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ പുള്ളിക്ക് ഒരു അജണ്ടയായിട്ടൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറയുക പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് നമുക്കൊരു സങ്കടമുണ്ട്. ഒരുപാട് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കഥ പറയാൻ പോയിട്ട് ചീറ്റ് ചെയ്യപ്പെടുന്നത് എനിക്കറിയാം. നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയാൻ പറ്റും എനിക്കറിയാവുന്ന. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മറ്റൊരാൾക്ക് പ്രശ്നമാവരുത്. എനിക്കിനി നാളെ സിനിമ അല്ല, ഒരുപാട് പേരുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരുകളാണോ വേറെ നടന്മാരുടെ പേരുകളാണോ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് മറ്റൊരാൾക്ക് ഞാൻ എൻ്റെ കാര്യം അല്ല, വേറെ നടന്മാരെ പേര് പറയണ്ട. റൈറ്ററൊക്കെ എനിക്കറിയാവുന്ന റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടും അത് സത്യാവസ്ഥ എനിക്കറിയാം. പക്ഷേ ഞാൻ അവരെ ഒന്നും പേര് റിവീൽ ചെയ്യാനാക്കി. കാരണം അവർക്കൊരു പ്രശ്നം വരരുത്. കാരണം ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് പറയണം തോന്നി പേടിക്കാണ്ട് എൻ്റെ ബാക്കിലോ മുമ്പിലൊന്നും ആരുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ലാസ്റ്റ് ടൈം പ്രസ് മീറ്റ് ഉണ്ണിമൂന്ന് വിളിച്ചത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നത് മനഃപൂർവ്വം എന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെ. എനിക്കങ്ങനെ വലിയ സപ്പോർട്ടോ അങ്ങനെ പ്രോത്സാഹനമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ സാധാരണ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരാൾ അസിസ്റ്റൻ്റ് പോലും ചെയ്യാതെ ഞാൻ 8 വർഷമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ഓരോ ടീംസും നമ്മുടെ ഓരോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഓരോ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട്, അതായത് ലേണിംഗ് പ്രോസസ്സാണ് സിനിമ ഹൗ ടു മേക്ക് എ സിനിമ എന്നുള്ളത്. ഈ ഒരു സമയമായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും എനിക്ക് ഒരാളെ ഉപദ്രവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല. പിന്നെ ഉണ്ണിമൂന്നിനോട് എനിക്ക് വ്യക്തിപരമാക്കി അങ്ങനത്തെ ഒരു പ്രതികാര ബുദ്ധിയൊന്നുമില്ല. പക്ഷേ എനിക്കിത് ഞാനില്ല, ഒരിക്കലും ഇല്ല. ഉറപ്പായിട്ട് ഞാൻ അതിനുശേഷം ഞാൻ പുള്ളിയുടെ കോവിഡ് ടൈമിൽ എൻ്റെ സുഹൃത്ത് ചെയ്തൊരു പാട്ടിൻ്റെ റിലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയിട്ട് ഒന്നുമില്ല, പാട്ടൊന്ന് പ്രൊമോട്ട് ചെയ്ത് പേജിലിടാൻ പറ്റുമെന്ന്. പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ചെയ്തു തന്നില്ല കേട്ടോ. കുറ്റമായിട്ട് പറയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണല്ലോ, ചെയ്യണം വേണ്ടത്. പക്ഷെ അത് ചെയ്തിട്ടില്ല. പുള്ളിയുടെ വിപിൻ എന്ന് പറഞ്ഞായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പുള്ളിയുടെ മേക്കപ്പ് മാൻ ഉണ്ട്, മേപ്പടിയാനൊക്കെ ചെയ്താണ്. അരുണായൂർ എന്നാണ് പുള്ളിയുടെ പേരും. പുള്ളിയായിട്ട് ആ സമയത്ത് ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ.